ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബൈക്കേഴ്സ് യൂണിയൻ കേരള. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നൊന്നുമല്ല, എൻ്റെ വണ്ടിക്ക് എഞ്ചിൻ പണിയും കാര്യങ്ങളും കിട്ടി. അപ്പം അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ എഞ്ചിൻ പണിയും കാര്യങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കാര്യം ചെക്ക് ചെയ്യുക. അപ്പോൾ അതൊരു ക്രാഷ് ആയിരുന്നു, ഒരു ചെറിയൊരു ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാലാണ് എന്തെങ്കിലും മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതിന് ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും തന്നെയല്ല, എൻ്റെ വണ്ടിക്ക് എഞ്ചിൻ പണി കിട്ടിയാൽ എങ്ങനെയാണ് എഞ്ചിൻ പണി കിട്ടിയത്, എഞ്ചിൻ പണി കിട്ടിയപ്പോൾ എത്ര രൂപ എമൗണ്ടായി, എത്ര റേറ്റ് ആയി, അപ്പം അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം, പരമാവധി എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, പരമാവധി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വണ്ടിക്ക് എഞ്ചിൻ പണി കിട്ടാനുള്ള കാരണം ഒത്തിരി പേര് പറഞ്ഞൊരു പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ്, മച്ചാൻ ഓഫ് റോഡ് പോയതുകൊണ്ടല്ലേ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നത്. ഒരിക്കലുമല്ല. ഒരു വണ്ടി ഓഫ് റോഡ് പോയാൽ കംപ്ലയിൻറ്റ് വരികയല്ലെന്നല്ല ഞാൻ പറഞ്ഞു, വരും. പക്ഷേ എൻ്റെ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം, എഞ്ചിൻ പണി കിട്ടാനുള്ള കാരണം ഒരിക്കലും ഓഫ് റോഡ് പോയിട്ടല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടി ഓവറായിട്ട്, അതായത് ഒരു എയർ കൂളിംഗ് എഞ്ചിൻ ഇപ്പോൾ തന്നെ എല്ലാ വണ്ടിയും ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ മനസ്സിലാവാത്ത നമ്മൾ അതിൻ്റെ അകത്തൊരു എഞ്ചിൻ തണുക്കാൻ വേണ്ടി ഒരു സാധനം, ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ്, എന്താണെന്ന് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ എന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ്. അപ്പം നമ്മൾ എഞ്ചിൻ തണുക്കാൻ വേണ്ടി, എഞ്ചിൻ ചൂടായി, വണ്ടി ഓടുമ്പോൾ എഞ്ചിൻ ചൂടാവണം, തണുക്കാൻ വേണ്ടിയാണ് ഒരു ലിക്വിഡ് നമ്മൾ വേണ്ടി ഒരു ചെറിയൊരു ടാങ്കിനകത്തേക്ക് ഒഴിക്കും. അപ്പോൾ ആ ലിക്വിഡ് കൊണ്ടാണ് എഞ്ചിൻ തണുക്കുന്നത്. അതാണ് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ. എൻ്റെന്ന് വെച്ചാൽ എയർ കൂളിംഗ് എഞ്ചിൻ എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടുമ്പോൾ ഉള്ള കാറ്റ് അടിച്ച് എഞ്ചിൻ തണുക്കണതാണ് എയർ കൂളിംഗ് എഞ്ചിൻ. വണ്ടി ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞത്, അപ്പോൾ ഞാൻ അവിടെ ഷോറൂമിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് 50 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് 80 കിലോമീറ്റർ സ്പീഡിൽ 50 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി നിങ്ങൾ ഉറപ്പായിട്ട് നിർത്തി അതിന് കൂളാകാനുള്ള ടൈം കൊടുക്കണം. ഞാൻ അങ്ങനെ കൊടുത്തില്ല, ഓവറായിട്ട് ഓടിയെന്ന് വെച്ചാൽ വണ്ടി ഹീറ്റായി കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ അകത്ത് ചെറിയൊരു ബെയറിങ് വന്നൊരു സാധനം കംപ്ലയിൻ്റ് ആയെന്നാണ് അവർ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ ആവശ്യത്തിനുണ്ട്, നൈസായിട്ടുള്ള റൈഡായിരുന്നു. പക്ഷേ ഓവറായിട്ട് വണ്ടി ഓടിയിപ്പം, അതായത് ഹീറ്റായപ്പോഴത്തേനും അത് തണുക്കാൻ വേറൊരു ഓപ്ഷനും ഇല്ല, വണ്ടി നിർത്തി കൊടുത്തില്ല. നമ്മൾ ഓവറായിട്ട് ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു എഞ്ചിൻ്റെ ഇഷ്യൂ വന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ വണ്ടിയാണെങ്കിൽ സീനില്ല, നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിലും ഓടിക്കാം. പക്ഷേ എയർ കൂൾഡ് എഞ്ചിൻ ആണെങ്കിൽ 50 കിലോമീറ്റർ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ കപ്പാസിറ്റി ആണ്, ഇപ്പോൾ ബുള്ളറ്റൊക്കെ 100-150 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും ഒന്ന് നിർത്തി കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ വണ്ടിയുടെ ഒരു കപ്പാസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് 80 കിലോമീറ്റർ സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് 50 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് നിർത്തി കൊടുക്കണം. 100 cc വണ്ടി പരമാവധി നിർത്തി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ എഞ്ചിൻ തണുക്കാൻ ചാൻസ് കുറവാണ്. എയർ അടിച്ചാൽ അങ്ങനെ പെട്ടെന്ന് തണുക്കണമെന്നില്ല. വണ്ടി നിർത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തണുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എഞ്ചിൻ പണിത് എത്ര രൂപ എമൗണ്ട് ആയിരുന്നു. അപ്പം എൻ്റെ വണ്ടിക്ക് എഞ്ചിൻ വാറണ്ടി കിട്ടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ ഷോറൂമിൽ സർവീസ് ചെയ്യാൻ കൊടുത്തില്ല. അപ്പോൾ എന്താണ് ഞാൻ കൊടുക്കാതിരിക്കാനുള്ള കാരണം വെച്ചാൽ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി തന്നെ പറഞ്ഞാണ്, എപ്പോഴും ഷോറൂമിലേക്ക് വരണ്ട, നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ആ പുള്ളി അവിടുന്ന് പോയി. അങ്ങനെ പറഞ്ഞ് പുള്ളി പോയി. ഞാൻ അതുപോലെ ചെയ്തു മതി. ഇപ്പം ഞാൻ വണ്ടിക്ക് എഞ്ചിൻ കംപ്ലയിൻ്റ് ആയിട്ട് അങ്ങ് ചെന്നപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോറൂമിൽ തന്നെ ഇത് ചെയ്താലാണ് നിങ്ങൾക്ക് എഞ്ചിൻ വാറണ്ടി കിട്ടത്തുള്ളൂ. ബ്രോ നമ്മളോട് ഇങ്ങനെയല്ല പറഞ്ഞു, നമ്മളോട് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ ചെയ്താൽ മതി, ലോക്കൽ വർക്ക്ഷോപ്പിൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് ക്രാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞു. അവർ പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു, ഞാൻ ഹീറോയുടെ മെയിൻ ആൾക്കാരെയൊക്കെ വിളിച്ച് ചെയ്യുന്ന ചെറിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പകുതി എമൗണ്ട്, അതായത് നമ്മളിപ്പോൾ വരുന്നതിൻ്റെ പകുതി എമൗണ്ട് എന്ന് പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം എത്ര രൂപ വണ്ടിയുടെ എമൗണ്ട് ആയെന്ന് വെച്ചാൽ എഞ്ചിൻ പണി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ എത്ര രൂപ ആയെന്ന് വെച്ചാൽ ഏകദേശം 8000 സംതിങ് ഇതായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബില്ല്. കേട്ടോ, ഇത്രയും കുറേ ലിസ്റ്റുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ബില്ല്, 8000 സംതിങ്. അപ്പോൾ അവർ എത്ര രൂപ ഞാൻ തരേണ്ടതെന്ന് അവർ പറയുമ്പോൾ അവർ പറഞ്ഞു 5000 രൂപയെങ്കിലും വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, 5000 രൂപ തരാമെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എഞ്ചിൻ വാറണ്ടി കിട്ടേണ്ടതാണ്. പക്ഷേ നമ്മളൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മളവിടെ കറക്റ്റായിട്ട് സർവീസ് ചെയ്തില്ല. അതാണ് നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക്. അവർ പറഞ്ഞു കുഴപ്പമില്ല, 5000 രൂപ തന്നാൽ മതി. അങ്ങനെ 5000 രൂപ കൊടുത്ത് വണ്ടി കാര്യങ്ങൾ ഇറക്കി കഴിയുമ്പോൾ ഒരു പുതിയ എഞ്ചിൻ പണി കഴിഞ്ഞ വണ്ടി ഒരിക്കലും, ഒരു വണ്ടി കിട്ടുമ്പോൾ തന്നെ എഞ്ചിൻ പണി കഴിഞ്ഞൊരു വണ്ടി ഒരിക്കലും 100-150 കിലോമീറ്റർ സ്പീഡിൽ പോകരുത് ഒരിക്കലും. നിങ്ങൾ ഏത് വണ്ടിയാണ് അവർ പറഞ്ഞ്, എൻ്റെ വണ്ടിക്ക് പറഞ്ഞ ഒരു ഇതെന്ന് വെച്ചാൽ 1000 കിലോമീറ്റർ നിങ്ങൾ 40 കിലോമീറ്റർ താഴെ, അത് കഴിഞ്ഞ് പിന്നെ ഉള്ള 2000 കിലോമീറ്റർ 80 കിലോമീറ്റർ താഴെ, അത് കഴിഞ്ഞ് നിങ്ങൾ നോർമലായിട്ട് വണ്ടി ഓടിക്കാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ RPM ടോപ്പ് എൻ്റെ എടുത്ത്, അതായത് ഫസ്റ്റ് ഗിയർ RPM ഫുൾ കൊടുത്തെടുക്കരുത്, നോർമലായിട്ട് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളൊരു റൈഡ് പോകുമ്പോഴോ ഒരു ചെറിയൊരു എന്താ പറയുക ഓഫ് റോഡ് കാര്യങ്ങൾ പോകുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട വണ്ടിൻ്റെ എഞ്ചിൻ ഓയിലാണ്. വേറെ ബ്രേക്കോ ഒന്നും തന്നെ ചെക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെക്ക് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയണത്, ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്തില്ലെങ്കിലും തന്നെ കുഴപ്പമില്ല, വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം.
പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, അപ്പം നമ്മൾ റൈഡൊക്കെ പോകുമ്പോൾ എഞ്ചിനോട് ടോപ്പപ്പ് ചെയ്യണം. ഒരിക്കലും ഞാൻ ടോപ്പപ്പ് ചെയ്യാനോട് യോജിക്കുന്നില്ല. കാരണം ഞാൻ ഷോറൂമിൽ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ടോപ്പപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെവൽ നിങ്ങൾക്ക് കാണാം എന്നുണ്ടെങ്കിൽ മാത്രം ടോപ്പപ്പ് ചെയ്യുക. എൻ്റെ വണ്ടിക്കൊന്നും ലെവൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇറങ്ങുന്ന ബജാജ് CT100 220 പോലത്തെ വണ്ടികൾക്ക് സൈഡിൽ അതിൻ്റെ ലെവൽ കാണാം, അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യണതിന് സീനില്ല. പക്ഷേ ഞങ്ങളുടെ വണ്ടിക്കൊന്നും, എൻ്റെ പോലത്തെ വണ്ടികളൊന്നും നമുക്ക് ലെവൽ കാണാൻ പറ്റില്ല. നമ്മൾ ടോപ്പപ്പ് ചെയ്യുമ്പോഴത്തേനും ഒരു പക്ഷേ 1 ലിറ്റർ കൂടുതലാകാം, കുറവാകാം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു വണ്ടിക്ക് പറ്റാവുന്ന എഞ്ചിൻ ഓയിലും കാര്യങ്ങൾ ഒഴിക്കാവുള്ളൂ. അതായത് ഓവറായിട്ട് 1 ലിറ്റർ കൂടുതൽ ഒഴിക്കരുത്, 1 ലിറ്റർ കുറവ് ഒഴിക്കരുത്. എൻ്റെ വണ്ടിയുടെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 900 മില്ലിയാണ്. അതായത് 1 ലിറ്ററിന് 100 മില്ലി കുറവാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ നിങ്ങൾ നല്ല എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മേടിച്ച് ഓടിക്കുക. വണ്ടി നൈസായിട്ട് കൊണ്ടുനടക്കുക. ആരും വണ്ടി നശിപ്പിക്കാൻ വേണ്ടി ഓടിക്കരുത്. അപ്പോൾ നല്ല രീതിയിൽ നൈസായിട്ട് കൊണ്ടുനടക്കുക. നല്ല ബ്രാൻഡ് എഞ്ചിൻ ഓയിലും കാര്യങ്ങളും തന്നെ ഒഴിക്കുക. ലോക്കൽ എഞ്ചിൻ ഓയിൽ ഒരിക്കലും ഒഴിക്കരുത്. പ്രത്യേകിച്ച് ലോക്കൽ വർക്ക്ഷോപ്പിൽ നിന്നുള്ള എഞ്ചിൻ ഓയിലും കാര്യങ്ങളും ഒഴിക്കരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ മറക്കാതെ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വെറൈറ്റി വീഡിയോസും കാര്യങ്ങളും എല്ലാ രാത്രി 8 മണിക്ക് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഗൈസ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.